പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം കർത്തൃപാദാന്തിക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്തൃദാസൻ പറഞ്ഞതുപോലെ 2 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത്. കർത്താവ് ആക്കിയ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച സഭയിൽ എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ പെട്ടു നിൽക്കുന്ന ബൈബിൾ കോളേജിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം കർത്താവിൻ്റെ സഭയോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ അംഗത്തെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ജോബ്രദറിനൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ലീഡ് ചെയ്യാനൊക്കെ കർത്താവ് ബലപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ആലയത്തിൽ നിന്ന് പലരും ഇങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊറോണ സമയത്തൊക്കെ പലരും കർത്താവിൻ്റെ ആരാധന നയിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്തോത്രം ചെയ്യുന്നു. അന്ന് ഞാൻ ഒരുപാട് മീറ്റിങ്ങുകളിൽ ഇവിടെ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം റെഡിയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായി ആലയത്തിലൂടെ ട്രെയിൻ ചെയ്യപ്പെടുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നൽകുന്ന അവസരങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി വ്യാപിപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് മുമ്പ് വചനം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് ജോബിൻ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളാണ്. പാസ്റ്റർ ക്രിസ്റ്റി ആൻഡ്രൂസൊക്കെ ഞങ്ങൾ ഒന്നിച്ച് സെബിസിൽ ഒരുമിച്ച് പഠിച്ചതാണ്. പ്രത്യേകാൽ അഡ്വക്കേറ്റ് ജെനി കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജിൽ കടന്നു വന്ന് ഇന്ത്യ ബൈബിൾ കോളേജിൽ സെമിനാറിൽ കടന്നു വന്ന് ഒരു സെമിനാർ അദ്ദേഹത്തിൻ്റെ വൈഫ് കൂടെ കടന്നു വന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു അഡ്വക്കേറ്റാണ്. ADF അലയൻസ് ഫോർ ഡിഫെൻഡിങ് ഫ്രീഡം. ADF എന്ന് പറയുന്ന ഒരു വക്കീലന്മാരുടെ സംഘടനയുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി അവരുടെ റൈറ്റിന് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടത്തിലൊരാളാണ് പുറകിൽ വന്നിരിക്കുന്നത്. കർത്താവ് പ്രിയ കുടുംബത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അന്ന് ഞങ്ങളുടെ കോളേജിൽ കടന്നു വന്ന അവർ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ക്രിസ്തീയ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെയുള്ളവർ അനുഗ്രഹമാണ്. 12 വരെ ഒന്നും ഞാൻ പോകുന്നില്ല. സമയത്ത് തന്നെ നിർത്താൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. അല്പസമയത്ത് ചിന്തിക്കാധാരമായി ഇരു തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവേശ്വരുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. മതി. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം പുതിയ നിയമത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവചന ഭാഗമാണ്. ഇന്ന് ഉയർപ്പായി ലോകം മുഴുവൻ ആഘോഷിക്കുന്ന കർത്താവിൻ്റെ ഉയർപ്പിനെയൊക്കെ ഓർക്കുന്ന സമയത്ത് കർത്താവിനെ കുറിച്ച് തന്നെ പറയാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഈ ഭാഗം അല്പം കട്ടിയുള്ളൊരു ഭാഗമാണ്. കുറച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വചനമാണ്. എനിക്കറിയാം ഉച്ചയോടെടുക്കുന്ന സമയമാണ്. എന്നാലും ചില സമയങ്ങൾ അല്പം ആഴത്തിൽ ദൈവവചനം ഇറങ്ങി ചിന്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ ചുരുക്കമായി ഈ ഭാഗം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രയ്ക്ക് നടുവിലൊക്കെ ഓരോരോ സഭകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ പട്ടണത്തിൽ കടന്നു ചെല്ലും, അവിടെ എന്ത് ചെയ്യും? ഒരു സഭ സ്ഥാപിക്കും. നാം വായിച്ചു കേട്ട ലേഖനവും ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്ന് താൻ ഒരു സഭ സ്ഥാപിച്ചു. ആ സഭ സ്ഥാപിച്ചതിന് ശേഷം തൻ്റെ പ്രവൃത്തി ആ സഭയിൽ തന്നെ സ്ഥിരമായി നിൽക്കുകയല്ല. ഒരു അപ്പോസ്തോലത്വ ശുശ്രൂഷയാണ് തനിക്കുണ്ടായിരുന്നത്. സഭ സ്ഥാപിക്കും, അടുത്ത പട്ടണത്തിലേക്ക് കടന്നു പോകും, അടുത്ത സഭ സ്ഥാപിക്കും. എന്നാൽ ഈ സഭ സ്ഥാപിച്ചതിന് ശേഷം താൻ കടന്നു പോകുന്ന സമയത്ത് സഭയിലെ വിവരങ്ങൾ അനുസരിച്ച് തനിക്ക് എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ വാട്സപ്പ് ഒന്നുമില്ല. ഒരു ലെറ്റർ എന്ത് ചെയ്യും? കിട്ടും. ഈ ലെറ്ററിന് മറുപടി എഴുതുന്നതാണ് ഈ ഓരോ ലേഖനങ്ങളും. കൊരിന്ത്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, എഫേസ്യ ലേഖനം ഒക്കെ. ഇങ്ങനെ ഫിലിപ്പിയ സഭയിൽ നിന്ന് തനിക്കൊരു ലെറ്റർ കിട്ടി. ലെറ്ററിന്റെ മറുപടിയാണ് ഈ ഫിലിപ്പിയ ലേഖനമായി നമുക്ക് കാണുന്നത്. ഈ ഫിലിപ്പിയ സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് കടന്നു വരാം. Acts chapter 16 verses 6-8. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം മാത്രം ഒരാൾക്ക് വായിക്കാം. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. മതി. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കയാൽ. ഇവിടെ എന്താ പ്രവൃത്തി? എന്താണ്? വചനം പ്രസംഗിക്കുക. പക്ഷെ ആര് വിലക്കി? പരിശുദ്ധാത്മാവ്. വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുവോ?
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം വളരെ നന്നായി അറിയേണ്ട, നാം മുമ്പേ കേട്ടുവല്ലോ, ദൈവഹിതത്തെക്കുറിച്ചൊക്കെ നാം കേട്ടു. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളൊക്കെ നാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരു സമ്പൂർണ്ണ ദൈവഹിതം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ഭക്തന്റെ ജീവിതം. പൗലോസിന്റെ ജീവിതത്തിൽ താൻ വചനം പ്രസംഗിക്കാനാണ് പോകുന്നതെങ്കിലും തൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. താൻ എവിടെ പോയാലും തൻ്റെ അപ്പനോട് ആലോചന ചോദിച്ചിട്ടേ മുന്നോട്ട് കടന്നു പോവുകയുള്ളൂ. എന്നാൽ അടുത്ത പട്ടണത്തിലേക്ക് താൻ പോകുമ്പോൾ തൻ്റെ ഉദ്ദേശം ശരിയാണ്. എന്താ? വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് എന്ത് പറഞ്ഞു? അവിടേക്ക് പോകണ്ട, എന്നിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കാൻ സമയമില്ല. ഫിലിപ്പിയ പട്ടണത്തിലേക്ക് താൻ ഒരു ദർശനം ആ രാത്രിയിൽ കാണുന്നു. 9-ാം വാക്യം, പൗലോസ് രാത്രിയിൽ മക്കതോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് മക്കതോനിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായുള്ള ദർശനം കണ്ടു. തന്നോട് പോകണ്ട എന്ന് പറഞ്ഞതിന് ശേഷം തനിക്കൊരു ദർശനം കിട്ടുകയാണ്. എവിടേക്ക് പോകണം എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് നാം പലപ്പോഴും തിരിച്ചറിയേണ്ട ഒരു യാഥാസ്ഥികത, നാം കർത്താവിനെ സേവിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് നാം മുന്നോട്ട് വെക്കുമ്പോഴും, അത് നല്ലതോ ചീത്തതോ ആകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഗുഡ് ഓർ ബാഡ് എന്ത് തന്നെ ആയാലും ദൈവഹിതം ആലോചന ചോദിച്ചതിന് ശേഷം മാത്രം ഒരു കാൽച്ചുവടുകളെ മുന്നോട്ട് വെക്കാൻ നാം ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ തിരിച്ചു ചോദിക്കാം, എന്തിനാണ് ഞാൻ വചനം പ്രസംഗിക്കാൻ അങ്ങ് പോരാ. കർത്താവ് ആഗ്രഹിക്കുന്ന ഇടത്തു പോയി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം. കാരണം ആ പട്ടണത്തിൽ കർത്താവിന് ചില ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇടത്ത് ദൈവത്തിൽ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം അധ്യായം താഴേക്ക് പഠിക്കും. അപ്പോൾ അതല്ല എൻ്റെ ഭാഗം. ഞാൻ മുന്നോട്ട് കടന്നു പോകുമ്പോൾ താൻ ആ പട്ടണത്തിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. നമുക്കറിയാം, അവിടെ തനിക്ക് ആദ്യത്തെ ബിലീവറെ കിട്ടി. എന്തായിരുന്നു ബിലീവറുടെ പേര്? ലുദിയ. കർത്താവ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? ചില ഹൃദയങ്ങളൊക്കെ തുറക്കും. ഫസ്റ്റ് ബിലീവർ കിട്ടി. ഒരു ബിസിനസ് വുമൺ, നന്നായി ബിസിനസ് ചെയ്യുന്ന ഒരു സഹോദരി, ലിഡിയ എന്ന് പറയുന്ന സഹോദരിയുടെ ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്തു? തുറന്നു. ഒന്നാമത്തെ ബിലീവർ ആരാണ്? ഫസ്റ്റ് ബിലീവർ ഫ്രം ദാറ്റ് പ്ലേസ്, ലിഡിയ. രണ്ടാമതായി തനിക്ക് കിട്ടിയ ബിലീവർ മുന്നോട്ട് നാം കടന്നു പോകുമ്പോൾ ഒത്തിരി പുകഴ്ത്തലുകൾ, വളരെ ശാന്തമായെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നാം മനസ്സിലാക്കി വചനം പഠിക്കേണ്ടതുള്ളത് കൊണ്ട്. രണ്ടാമതായി നാം കടന്നു പോകുമ്പോൾ തന്നെക്കുറിച്ച് ഒത്തിരി പുകഴ്ത്തി പറയുകയാണ്. ഒരു സ്ലേവ് ഗേൾ, ഒരു അടിമ പെൺകുട്ടി പറയുന്ന ഒരു വാക്ക്. പൗലോസിനെ പറ്റിയൊക്കെ ഒത്തിരി അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെന്നൊക്കെ ഒത്തിരി പുകഴ്ത്തി പറയുക. സാധാരണ പുകഴ്ത്തികൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആർക്കാണ് സന്തോഷമില്ലാത്ത? 2 വാക്ക് പുകഴ്ത്തി പറഞ്ഞാൽ ഇതാ പൗലോസിന് സന്തോഷത്തെക്കാൾ ഉപരിയായി അവളുള്ള ഭൂതത്തെ ശാസിച്ച് അവളും രക്ഷിക്കപ്പെട്ടു. അവിടെ നിൽക്കാൻ സമയമില്ല. അതിൻ്റെ പേരിൽ ഒത്തിരി അനവധി പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി, കുറച്ച് അടിയൊക്കെ കിട്ടി. എന്നിട്ട് നാം മുന്നോട്ട് പോവുകയാണ്. താൻ എവിടെയാണിപ്പോൾ? കാരാഗ്രഹത്തിലാണ്. ആമ ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, ആമ ഒരു ഭൂതത്തെ ശാസിച്ചതിൻ്റെ പേരിൽ, മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ താൻ എവിടെ പോയി? ജയിലിൽ പോയി, കാരാഗ്രഹത്തിൽ പോയി. അതും ഒരു ആത്മീക ദൂതായി വിളിച്ചു പറയട്ടെ. ആമ ചില ദൈവശബ്ദത്തിന് വേണ്ടി നാം മുന്നോട്ട് കടന്നു പോയാലും, ചിലരെ വിടുതലിന് വേണ്ടി നാം കാൽച്ചുവടുകൾ വെക്കുമ്പോൾ ചില തിക്താനുഭവങ്ങളൊക്കെ അതിന് മധ്യേ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിലും ഒരു ദൈവപ്രവൃത്തി ഉണ്ട്, നാം മറന്നു പോകരുത്. ഇതാ കാരാഗ്രഹത്തിലേക്ക് താൻ പോവുകയാണ്. മൂന്നാമത്തെ ബിലീവർ അവിടെയാണ്. കാരാഗ്രഹത്തിൽ കാലും കൈയൊക്കെ ബന്ധനത്തിലായിരുന്നു. അവിടെ ഇരുന്ന് അവർ ദൈവത്തെ ആരാധിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, നാം പലപ്പോഴും പറയും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എന്നാൽ സന്തോഷമുള്ളപ്പോൾ സ്തോത്രം പറയാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ദുഃഖം വരുമ്പോൾ പാസ്റ്ററെ സ്തോത്രമൊന്നും എന്ത് ചെയ്യാറില്ല, വരാറില്ല. എന്നാൽ കൈയും കാലും ഒക്കെ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോഴും സ്തോത്രം ചെയ്യണമെങ്കിൽ മാനുഷിക രീതി പോരാ. അകത്ത് വെളിപ്പെടുന്ന ഒരു വലിയ സമാധാനവും സന്തോഷമുള്ളവർക്ക് മാത്രമേ സ്തോത്രം ചെയ്യാൻ കഴിയുകയുള്ളൂ. പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. താൻ പ്രിസണിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. പക്ഷെ തൻ്റെ അകത്ത് തൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾക്കൊക്കെ അപ്പുറത്ത്, താൻ പോകുന്ന ആ വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്ത് തൻ്റെ അകത്ത് പകരപ്പെട്ട ഒരു സമാധാനമുണ്ട്. അവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സ്വർഗത്തിലെ സമാധാനം. ഈ തിരുവചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ അകത്ത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കി മാറ്റുന്നത് എന്താ? നമുക്ക് പ്രശ്നങ്ങളില്ലാതെയല്ല, ആമേൻ, നല്ലതേ വരികയുള്ളൂ എന്ന് മാത്രം ഞാൻ പറയില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ നമുക്ക് വരാം. എന്നാൽ അതിനെ കവിയുന്ന ഒരു ക്രിസ്തുവിന്റെ സമാധാനം
സമാധാനം അകത്ത് വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം കുർബാന കണ്ടു മടങ്ങാൻ വന്നതല്ല. ആമേ, പലരും പള്ളിക്കകത്ത് കുർബാന കണ്ടു മടങ്ങി വരും. നാം അനുഭവിക്കുന്ന ദൈവമക്കളാണെങ്കിൽ ആമേ, നമ്മുടെ അകത്ത് ധൈര്യത്തോടെ പറയണം, എൻ്റെ അകത്ത് വാഴേണ്ടത് സമാധാനമാണ്, എന്നെ വാഴേണ്ടത് സമാധാനമാണ്, എന്നെ വാഴേണ്ടത് അസ്വസ്ഥതകളല്ല. എൻ്റെ അകത്തൊരു സമാധാനം നിറയാനിടയായിത്തീരണം. ഓ റമന ഹന്തുനാറിബമ്പൽ പ്രൗഢഭ. ചങ്ങലയ്ക്ക് നടുവിലും പൗലോസിരുന്ന് എന്ത് ചെയ്യാണ്? അവർ പാടി സ്തുതിച്ചപ്പോൾ അവരകത്ത് എന്ത് കേട്ടു? ഒരു ദൈവിക ബലം വെളിപ്പെട്ടു. അവിടെ നിൽക്കുന്നില്ല. 3 ബിലീവറുടെ പേര് ഏതൊക്കെയെന്ന് പറയാം. ഒന്നാമത് ലിഡിയ, ബിസിനസ് വുമൻ. രണ്ടാമത് സ്ലേവ് ഗേൾ. മൂന്നാമത് ആരാ? പ്രിസണർ, ജയിലർ. അദ്ദേഹം റോമ കാരാഗ്രഹ പ്രമാണി എന്ന് മലയാളത്തിൽ വായിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പൗലോസിന് കിട്ടി. സഭ എന്ത് ചെയ്തു? സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് താൻ മുന്നോട്ട് കടന്നുപോയി. എന്നാൽ താൻ പോയതിനു ശേഷം ഈ സഭയ്ക്കകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. സഭയെക്കുറിച്ച് അത് കേട്ടു. അങ്ങനെയാണ് പൗലോസ് ഈ ഫിലിപ്പിയ ലേഖനം അവരെ ഉണർത്തി എഴുതുന്നത്. ഇനി ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പൗലോസിന്റെ ശുശ്രൂഷയിൽ പൗലോസിന് ഏറ്റവും അധികം സഹായിച്ച ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. അവരെക്കുറിച്ചൊക്കെ ഫിലിപ്പിയ ലേഖനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ പൗലോസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ സഹായിച്ചാലും സ്നേഹിച്ചാലും തനിക്ക് പറയാനുള്ളത് താൻ എന്ത് ചെയ്യും? തൻ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി പറയും. ഞാൻ ഇന്നത്തെ സെർമന് കൊടുക്കുന്ന ടൈറ്റിൽ യേശുവെ പോലെ ആകുക, ടു ബി ലൈക്ക് ജീസസ്. നമ്മൾ വായിച്ച ഭാഗം ഓതാ. യേശുവിന്റെ ഭാവം, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. താൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സഭ സ്ഥാപിക്കാൻ കടന്നു വന്നു, ദൈവമക്കളൊക്കെ എനിക്ക് തന്നു. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞ ഈ സത്യം, ഈ ക്രിസ്തുവിന് വേണ്ടി നിത്യതയിൽ എന്ത് ചെയ്യണം? കാണപ്പെടണം. ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ നാം ആരെ പോലെ ആകണം? യേശുവിനെ പോലെ ആകണം. ടു ബി ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ആകണം. ഒന്ന് പറയാമോ? യേശുവിനെ പോലെ ആകുക. ആമേ, ഉയർപ്പിന്റെ ദിവസത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ഈ തിരുവചനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നമ്മളെ കർത്താവിന് വിളിച്ചു വേർതിരിച്ചത്. ആമേ, നാം യേശുവിനെ പോലെ ആയി തീർന്നാൽ മാത്രമേ ആ നിത്യതയുടെ അവകാശികളായി തീരാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ 1-2 വചനങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് കടന്നു പോകണം. ചാപ്റ്റർ 1 വേഴ്സ് 27. ആ വചനം നാം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി. അവിടെ 2 പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? നിങ്ങൾ ഏകാത്മാവിൽ, അടുത്ത പദം ഏക മനസ്സോടെ. ഇനി ചാപ്റ്റർ 2 വേഴ്സസ് 2, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക ഭാവം പൂണ്ട്, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി. മതി. സെയിം ലവ്, ബീയിങ് ഓഫ് വൺ അക്കോർഡ്, ഓഫ് വൺ മൈൻഡ്. അവിടെ പല വാക്കുകളാണ് പറയുന്നത്. ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി. ഇനി ചാപ്റ്റർ 4 വേഴ്സ് 2. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ. മതി. അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവിൽ ഏക ചിന്തയോട്, സെയിം മൈൻഡ് ഇൻ ദ ലോർഡ്. നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? കർത്താവ് ഏക മനസ്സ്, ഏക ചിന്ത എന്നൊക്കെ ആവർത്തിച്ച് പൗലോസിലൂടെ പറയുമ്പോൾ അവരകത്ത് എന്ത് വെളിപ്പെട്ടിട്ടുണ്ട്? ഏകമായി തീരാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു ഡിസ്യൂണിറ്റി അവരുടെ ഉണ്ടായിരുന്നു എന്ന് പൗലോസ് മനസ്സിലാക്കി. പലപ്പോഴും നാം കൈ കൊടുക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഒറ്റ ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? യുണൈറ്റഡ് ആയിട്ട് വരണം. അവരുടെ ഉണ്ടായിരുന്ന മെയിൻ ഒരു പ്രശ്നം ഇതാണ്, അവർക്ക് ഒന്നിച്ച് യുണൈറ്റഡ് ആയിട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. 3-ാം വാക്യം 2:3, ചാപ്റ്റർ 2 വേഴ്സ് 3. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവി. മതി. അടുത്തൊരു സഭയിലെ വിഷയം എന്തായിരുന്നു? ശാഠ്യം. അടുത്ത വിഷയം ദുരഭിമാനം. എന്താ ഈ ദുരഭിമാനം എന്നൊക്കെ പറഞ്ഞാൽ? പലപ്പോഴും കർത്താവിനെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് കടന്നു വന്ന ദൈവമക്കൾ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ ആരാധിച്ചു. പൗലോസിന്റെ സമയത്തൊന്നും കുഴപ്പമില്ല. കാരണം കൂടുതൽ ആരാധിക്കുന്ന ബിലീവേഴ്സ് ആരൊക്കെയാ? ഒരാൾ സ്ലേവ് ഗേൾ ആണ്, ഒരാൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന പണമുള്ള ആളാണ്, ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്.
അന്നൊന്നും അവർക്കിടയിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. കാലഘട്ടങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ദുരഭിമാനം അവരിടയിൽ കടന്നു വന്നു. എന്നാൽ പൗലോസോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരപ്പത്തിന്റെ അംശികളും ഒരു പാനപാത്രത്തിന്റെ അംശികളുമായി മാറണമെങ്കിൽ തിരിച്ചറിയുക, നിങ്ങളൊക്കെ വീണ്ടെടുത്തത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് ദുരഭിമാനമോ ശാഠ്യമോ പരസ്പരം ഒന്നിച്ചു ചേരാൻ കഴിയാത്ത അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുകയില്ല. ആ ഭാഗത്തിലേക്ക് ഞാൻ മുഴുവൻ പോകുന്നില്ല. എന്നിട്ട് പൗലോസ് പറയുന്ന വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. 5-ാം വാക്യം, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒന്നിച്ചു പറയാമോ? ക്രിസ്തു യേശുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലെ ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ. ഈ വാക്കിന്റെ ഒരു ഗ്രീക്ക് പദം നാം പഠിച്ചാൽ, ഞാൻ പറഞ്ഞ കുറച്ച് ആഴത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇമ്പരേറ്റീവ് ടെൻസിലാണ് അത് പറയുന്നത്. എന്ന് പറഞ്ഞൊരു കമാൻഡ് ആയിട്ടാണ് അവിടെ പറയുന്നത്. എന്താണ് കമാൻഡ്? ഐ കമാൻഡ് യു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കാരണം ഇത് പറയാൻ യോഗ്യതയുള്ള ആരാ? പൗലോസാ. തനിക്കറിയാം, നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്, കണ്ണുനീരോട് അവിടെ അധ്വാനിച്ചത് ഞാനാണ്, ആ ഫിലിപ്പിയ പട്ടണത്തിൽ കടന്നു വന്ന് നിങ്ങൾക്ക് ദൈവവചനത്തെ നിങ്ങൾക്ക് പകർന്നു തന്നത് ഞാനാണ്. ഗലാത്യരോട് പറഞ്ഞ വാക്ക് നാം കേട്ടുതല്ലോ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? ഒരിക്കൽ ക്രിസ്തുവിനെ വരച്ചു നൽകിയിട്ടും മറ്റു പല ഉപദേശങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെയൊക്കെ ചാടിപ്പിടിച്ച ചില അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. ബുദ്ധിഹീനരായി മാറരുത് എന്നിട്ട് അവിടെ പറയുന്നു, ഐ കമാൻഡ് യു എന്നിട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, എന്താ? ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. ക്രിസ്തുവിന്റെ ഭാവം എന്ത് ചെയ്യണം? നമ്മിൽ ഉണ്ടായിരിക്കണം. ആ ഭാവം എന്തൊക്കെയാണെന്നാണ് താഴെയുള്ള ഭാഗങ്ങളിൽ നാം കാണാൻ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. 6-ാം വാക്യം മുതൽ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മതി. അവൻ ദൈവരൂപത്തിലിരിക്കും. ഒന്ന്, ക്രിസ്തുവിന്റെ ഭാവത്തിന്റെ 2 ഏരിയ പറയാൻ ഇന്ന് സമയമുള്ളൂ. ഒന്ന്, എ ലെസൺ ഓഫ് ഹ്യൂമിലിറ്റി ഓർ ഹംബിൾനെസ്. ക്രിസ്തുവിന്റെ ഭാവത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. എന്തായിരുന്നു? താഴ്മ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ താഴ്മ എന്ത് ചെയ്യും? അഭിനയിച്ച് കാണിക്കും. എങ്ങനെയാണ്? ആൾക്കാരെ കാണുമ്പോഴേക്കും നിലത്തോളം ഒക്കെ കുനിഞ്ഞൊക്കെ എന്ത് ചെയ്യും? താഴ്മ അഭിനയിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അകത്ത് എന്തുണ്ടാവണം നിർബന്ധമില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന താഴ്മ അഭിനയമല്ല, അനുഭവമാണ്. ജീവിതത്തിൽ എന്ത് വേണം? താഴ്മ ധരിക്കണം എന്ന് പറയുകയാണ്. പൗലോസിന് പറയാനുള്ള ഒറ്റ മാർഗം, ഫിലിപ്പിയ സഭയെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കാൻ മറ്റൊന്നുമില്ല. എനിക്ക് കാണിക്കാനുള്ളത് നിങ്ങൾ രക്ഷപ്പെട്ട ആ നസറേനായ യേശുവിനെയാണ് എനിക്ക് മുമ്പിൽ കാണിക്കാനുള്ളത്. എന്നിട്ട് പറയുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. ഞാൻ ആ വാക്കൊന്ന് പ്രത്യേകം നമ്മോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ അല്പം ആഴമുള്ള വിഷയമാണ്. കേട്ടാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുക. ഒന്ന്, തന്നെത്താൻ ഒഴിച്ചു. എന്താണ് ആ വാക്ക്? തന്നെത്താൻ ഒഴിച്ചു. അതിൻ്റെ ഇംഗ്ലീഷിൽ KJV പദപ്രയോഗം ഇങ്ങനെയാണ്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. നമ്മളതിന് ESV അതർ ട്രാൻസ്ലേഷൻ NIV-യിലൊക്കെ നോക്കുമ്പോൾ ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. ആ വാക്കാണ് അവിടുത്തെ കീവേഡ്. തന്നെത്താൻ ഒഴിച്ചു. എന്താണ് ഈ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ? പലരും പലതിനൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. എന്താണ് ഈ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഈ ഗ്ലാസ്സിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പോർ ഔട്ട് ചെയ്യും. ബാർക്ലേ തന്റെ കമന്ററിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ബോട്ടിലെ വെള്ളം ഒഴിച്ചു മാറ്റുന്നത് പോലെ കർത്താവ് എന്ത് ചെയ്തു? തന്നെത്താൻ ഒഴിച്ചു. അതിന് ഗ്രീക്കിൽ പറയുന്ന പദം ഇങ്ങനെയാണ്, കെനോസിസ്. നിങ്ങൾക്കൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആ വാക്ക് പ്രത്യേകം എടുത്ത് പഠിക്കണം. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു. ഈ ഒറ്റ പദത്തിൽ നിന്ന് 100 കണക്കിന് ബുക്കുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഒഴിച്ച പ്രക്രിയയാണ് ഇന്ന് നാം ജീവനോട് ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം. എന്താണ് ഒഴിക്കപ്പെട്ട ഒരു 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തന്നെത്താൻ ഒഴിച്ചു. നമ്പർ 1, he gave up the heavenly glory. ഒന്ന്, താൻ ദൈവ രൂപത്തിൽ ഇരിക്കെ. എന്താണ് ദൈവരൂപം എന്ന് പറയുന്നത്? യോഹന്നാൻ 1:1 ഇപ്രകാരം കാണാൻ സാധിക്കും, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം
ദൈവമായിരുന്നു. അതിന് ഇംഗ്ലീഷിൽ നമുക്ക് അതിന്റെ ഒരു ഭാഷാന്തരം പഠിക്കുമ്പോൾ, ഗ്രീക്ക് ഞാൻ പറയുന്നില്ല, ദൈവത്തോട് മുഖാമുഖം ഇരുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവമായി ഒന്നിച്ചിരുന്ന പുത്രൻ തന്റെ സകല മഹത്വവും വേണ്ടെന്ന് വെച്ച് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എബ്രായ ലേഖനം 1:3 പറയുന്നു, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ തേജസ് വാരി ചുറ്റിയ അനുഗ്രഹീതനായ കർത്താവ് താൻ എന്ത് ചെയ്തു? തന്റെ മഹത്വം ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യോഹന്നാന്റെ പുസ്തകത്തിൽ ഒരു വാക്യം അതിനോട് ബന്ധപ്പെട്ടുണ്ട്. 17:5 ഒന്ന് വായിക്കാമോ? ജോൺ ചാപ്റ്റർ 17:5. ജോൺ ചാപ്റ്റർ, പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഒരു ഗ്ലോറി ഉണ്ടായിരുന്നു. മറുരൂപമലയിൽ ആ തേജസ് കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ വീണുപോയി. നമുക്കറിയാം, അനാദിയിൽ സർവം മഹത്വം കൊണ്ട് നിറഞ്ഞിരുന്ന കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മരിക്കേണ്ടതിന് വേണ്ടി ആ മഹത്വം മുഴുവൻ ഒഴിച്ചു കളഞ്ഞ് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിൽ, ഈ ലോകത്തിലെ ചെറിയ മഹത്വമായി നമുക്ക് തോന്നുന്ന ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുലമായിരിക്കാം, കുടുംബമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ജോലിയായിരിക്കാം, ചിലത് നഷ്ടപ്പെട്ടു പോകുന്ന ചിലതൊക്കെ വലിയ മഹത്വമായി നാം കാണുന്നുണ്ടെങ്കിൽ ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കി പറയണം, ഈ ലോകത്തിന് സകല മഹത്വത്തെക്കാൾ വലിയ മഹത്വം ധരിച്ച സ്വർഗാദി സ്വർഗങ്ങളിൽ വസിച്ച എന്റെ യേശു ആ മഹത്വം തന്നിട്ട് ഒഴിച്ചു വെച്ച് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മരണം വഹിപ്പാനിടയായി തീർന്നു. ഒന്ന്, താൻ ഒഴിച്ചത് ആ ഗ്ലോറി ആയിരുന്നു. 2, he gave up his independent authority. 2, അധികാരം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഒഴിച്ചു. എന്തായി അധികാരം? നമുക്കറിയാം, ആദിയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയം മുതൽ തൃത്വത്തിൽ നസ്രേനായ യേശു അവിടെ ഉണ്ടായിരുന്നു. അരുമനാഥന് സകലതും ഒരു വാക്കിനാൽ, കാറ്റിനെയും കടലിനെയും ഒക്കെ ഒരു വാക്കിനാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന യേശു, മനുഷ്യനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കാൻ കഴിയുന്ന അധികാരമുള്ള നാഥൻ. ഇത്രയും അധികാരങ്ങളൊക്കെ കയ്യിലുണ്ടായിട്ടും മനുഷ്യർ കുന്തം കൊണ്ട് തന്നെ കുത്തുമ്പോൾ ഒരു വാക്ക് താൻ കൽപ്പിച്ചാൽ ഒരു ദൂതൻ കടന്നു വന്നാൽ നമുക്കറിയാം ലക്ഷങ്ങളാണ് തകർന്നു പോകുന്നത്. എന്ന സകല അധികാരവും തനിക്കുണ്ടായിട്ടും ആ ക്രൂശിലേക്ക് താൻ നടന്നു നീങ്ങിയപ്പോൾ, ആ ക്രൂശിലേക്ക് താൻ കടന്നുപോയപ്പോൾ തന്റെ അധികാരങ്ങളൊക്കെ ആ ക്രൂശിന്റെ മുമ്പിൽ മാറ്റിവെച്ച് തന്നെത്താൻ ഒഴിച്ചു. അതാണ് ദൈവമക്കളെ താഴ്മ എന്ന് പറയുന്നത്. പലപ്പോഴും നാം ചെറിയ അധികാരങ്ങളും വലിയ അധികാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നവരാണ്. എന്നാൽ തിരിച്ചറിയുക, സകലത്തിന്റെ മേലും അധികാരമുള്ള അരുമതമ്പുരാൻ നമുക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാ? എന്നെയും നിന്നെയും ഓർത്തുകൊണ്ട് സകല അധികാരങ്ങളും താൻ ഒഴിച്ചു മാറ്റി. 3-ാമതായി നാം പഠിക്കുമ്പോ, he gave up his divine positions. എന്താ ഡിവൈൻ പൊസിഷൻസ് എന്ന് പറയുന്നത്? പിതാവായ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് സകലത്തിന്റെ മേലും അധികാരമുള്ള നാഥൻ ഫേസ് ടു ഫേസ് ഇരുന്നു കൊണ്ട്, യോഹന്നാൻ 1:1 അങ്ങനെയാ പറയുന്നത്, തന്റെ സകല ആ പൊസിഷനും വിട്ട് സോവറിൻ അതോറിറ്റി, തന്റെ സർവാധിപത്യം മാറ്റി താൻ എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ സർവാധിപത്യം മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു വാക്കും കൂടെ ചേർത്ത് അതിൽ നമ്മൾ ചിന്തിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഹി ടുക്ക് ദ ഫോം ഓഫ് എ സെർവന്റ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. എന്താ? താൻ എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു. ഒന്ന് പറയാമോ? അവൻ എന്ത് ചെയ്തു? ഫോം ഓഫ് എ സെർവന്റ്. എന്നാൽ നമ്മൾ അതിന്റെ ഗ്രീക്ക് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സെർവന്റ് എന്നല്ല, ഡൂലോസ് എന്ന് പറഞ്ഞാൽ അടിമയെ പോലെ എന്ത് ചെയ്തു? കടന്നു വന്നു. താൻ ഈ ലോകത്തിൽ ഏറ്റവും സ്വീകരിക്കാവുന്നതിൽ ഏറ്റവും ലളിതമായ ഫോമായ ഒരു അടിമയുടെ രൂപത്തിൽ ആരാ ഇറങ്ങി വരുന്നത്? സകല മഹത്വവും സകല അധികാരമുള്ള നാഥൻ എന്ത് ചെയ്തു? തന്റെ പൊസിഷൻ ദൈവരൂപത്തിൽ നിന്നും ഈ ലോകത്തിലെ മനുഷ്യനിൽ ഏറ്റവും താഴ്ന്ന രീതിയിൽ മനുഷ്യൻ കണ്ട ഒരു അടിമയുടെ രൂപത്തിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ദൈവമക്കളെ എന്താണ് പറയുന്നത്? he washed the feet of his disciples. താൻ സൃഷ്ടിച്ച മനുഷ്യന്റെ കാൽപാദങ്ങൾ കഴുകി തന്റെ പൊസിഷനിൽ നിന്നും താൻ താഴേക്ക് ഇറങ്ങി വന്നെങ്കിൽ അതിന്റെ പേരാ താഴ്മ എന്ന് പറയുന്നത്. നാം ചില പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ഞാനടക്കം നമ്മിൽ വരുന്ന ചില അഹങ്കാരങ്ങളൊക്കെയുണ്ട്, ചില ഉന്നതികളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ സകലത്തെയും വിട്ട് ദൈവരൂപത്തിൽ നിന്നും ഒരു താഴ്മ അടിമയായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യഗണത്തിന്റെ കൽപാദങ്ങൾ കഴുകിയ
യേശുവിന്റെ താഴ്മ നിന്റെ അകത്ത് വന്നാൽ നിന്റെ ദുരഭിമാനം മാറിപ്പോകുക. ആമേൻ. നിനക്ക് ഒന്നിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ മാറിപ്പോകുക, ചില ശാഠ്യങ്ങൾ മാറിപ്പോകുക, ജീവിതത്തിൽ നിന്ന് കർത്താവിന് ഇഷ്ടമില്ലാത്ത ചില പ്രവർത്തികൾ അത് മാറ്റപ്പെടണമെങ്കിൽ ആ ക്രൂശിതനായ യേശു ആമേൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന അവന്റെ താഴ്മയുടെ ആഴം അത് നമ്മുടെ അകതാരിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ അകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആമേൻ ചില ശാഠ്യങ്ങളും ദുരഭിമാനങ്ങളും ആമേൻ ഇന്ന് പകൽ മാറിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓ റമന ഹന്തുന റിഗംബൽ പ്രൗഢമനന്തനത. നാലാമത് ഞാൻ പറയാം, ഹി ഗേവ് us his eternal righteousness. നിത്യമായ തനിക്ക് ലഭിക്കേണ്ട ആരാധന. എന്താ ആരാധന? യെശയ്യാപ്രവചനം 6:1 മുതൽ നാം വായിക്കുമ്പോൾ നമുക്കറിയാം, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ആമേ സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയിൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആമേ ദൂതന്മാർക്ക് പോലും നോക്കുവാൻ കഴിയാതെ ആരാധ്യനായ സർവശക്തനായ ദൈവം ഇതാ ക്രൂശിന്റെ മുകളിൽ ആമേ അർദ്ധനഗ്നനായി, ആമേ ശരീരം മുറിവേറ്റവനായി, കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടവനായി, ഒരു മാംസഭക്ഷണം കിടക്കുന്നത് പോലെ ആമേ അവിടെ കിടക്കുന്നു. കാര്യം എന്തിനു വേണ്ടിയാ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് എൻ്റെ യേശു ആ വീണ്ടെടുപ്പിന്റെ വില നൽകിയതെങ്കിൽ തന്നെത്താൻ ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന എൻ്റെ യേശു തന്റെ മഹത്വം വിട്ട്, തന്റെ അധികാരം വിട്ട്, തനിക്ക് ലഭിക്കേണ്ട സകല മാന്യതകളും വിട്ട്, തന്റെ പൊസിഷൻ വിട്ട് ഈ ആമേ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ സഭയെ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. ആമേ ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുകയാണ്, ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആമേ നീ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം, നീ ഒരുപക്ഷെ ബിസിനസ് വുമൺ ആയിരിക്കാം, നീ ആരുമൊക്കെ ആകട്ടെ, ആമേ ആ ക്രൂശിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അപ്പാ ഞാൻ ഏതുമില്ല അങ്ങയുടെ താഴ്മയ്ക്ക് മുന്നിൽ, അങ്ങയുടെ അനുസരണത്തിന്റെ മുന്നിൽ, അങ്ങയുടെ സ്നേഹത്തിന്റെ മുന്നിൽ കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, നെടുമ്പാട് വീണ് കരയുന്നു. ആ താഴ്മ എന്റെ അകത്തേക്കൊന്ന് പകരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ റമന ഹന്തുന റീബൽ പ്രൗഢമനന്തനദിഗത ഹസ്തുന റിഹംബൽ ശാന്തനദിഗത. ഇന്ന് പകൽ താഴ്മ അനുഭവം അഭിനയിക്കുന്ന അനുഭവങ്ങൾ മാറ്റിവെച്ച് ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് എന്റെ ഹൃദയം താഴ്ത്തി, തന്നെത്താൻ താഴ്ത്തി, ആമേ തന്നെത്താൻ താഴ്ത്തി തിരുമുമ്പിൽ ഒന്ന് ജീവിക്കാൻ അങ്ങയുടെ ഭാവം ധരിക്കാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്ന്, തന്നെത്താൻ താഴ്ത്തി, ദ ലെസൺസ് ഓഫ് ആമേ ഹംബിൾനെസ് ആൻഡ് ഹ്യൂമിലിറ്റി. അടുത്ത ഭാഗം ഇത്രയും ഡീറ്റെയിലായിട്ട് പറയാൻ സമയമില്ല. 2, ദ ലെസൺസ് ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിന്റെ ഒരു വലിയ പാഠം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്താ ആ ഭാഗം ഒന്ന് വായിക്കാമോ? 7-ാം വാക്യം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മതി. രണ്ടാമതായി ഒരു അനുസരണത്തിന്റെ ഭാവം. എന്താ ഈ അനുസരണത്തിന്റെ പ്രത്യേകത? ദൈവഹിതത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്ത ഒരു അനുസരണം. അവിടെ എഴുതിയിരിക്കുന്നു, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്വത്തിൽ എന്തില്ല? മരണമില്ല. മരിക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന്റെ രൂപം ധരിക്കണം. നമുക്കറിയാം, എബ്രായ ലേഖനം വായിക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്, നമുക്ക് തുല്യനായി സകലത്തിലും പരിശുദ്ധനായ യേശു എന്ന്. പാപം ഒഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി പരിശുദ്ധനായ യേശു. എന്തിനു വേണ്ടിയാ? നമ്മളെ നന്നായി അറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ യേശു ജീവിച്ചപ്പോൾ താൻ അനുഭവിച്ചു? അനുഭവിച്ചു, വിശപ്പ് അനുഭവിച്ചു, ശിഷ്യഗണത്തോടു കൂടെ താൻ താമസിച്ചു. നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്ക് മാനസിക വേദനയാണ്, വ്യഥയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22:44 ഇപ്രകാരം പറയുന്നു, അവൻ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് അവന്റെ രോമകൂപത്തിലൂടെ രക്തം ഒഴുകുമാറ് അതിവേദനയിലൂടെ ഞാൻ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ദൈവമക്കളെ, ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങൾ മറ്റാർക്കും മനസ്സിലാകില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ഗെത്സമനിയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ഹൃദയം പൊട്ടി രോമകൂപത്തിലൂടെ രക്തം ഒഴുകുന്ന തറയിൽ അതിവേദനയിലൂടെ യേശു കടന്നുപോയതാ. നാം വിശപ്പ് അനുഭവിക്കുന്നുവോ, നാം അടിയേൽക്കുന്നുവോ, നാം പരിഹാസം ഏൽക്കുന്നുവോ, നാം വേദന ഏൽക്കുന്നുവോ, നാം നിന്ദയുടെ അനുഭവങ്ങളുടെ കടന്നു പോകുന്നുവോ, ജീവിതത്തിനകത്ത് തിരസ്കരിക്കപ്പെടലിന്റെ അനുഭവങ്ങളുടെ കടന്നു പോകുന്നുവോ, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളുടെ കടന്നു പോകുന്നുവോ, എന്റെ യേശുവിനത് മനസ്സിലാക്കാൻ കഴിയും. 2, അനുസരണത്തിന്റെ ആഴത്തിലേക്ക് താൻ കടന്നു പോവുകയാണ്. എന്താ അനുസരണത്തിന്റെ ആഴം? ഡെത്ത് ഓൺ ദ ക്രോസ്. റോമാ പൗരനായ ഒരു വ്യക്തിയെ ക്രൂശിക്ക അവർ ചെയ്യില്ല. കാരണം അത്രത്തോളം ഷെയിംഫുൾ ആണ്
ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. ഇവിടെ ഇതാ ആ മരണത്തിന് വേണ്ടി, ഈ ലോകത്തിലെ ഏറ്റവും ഷെയിംഫുൾ ആയിട്ടുള്ള ക്രൂശിലെ മരണത്തിന് വേണ്ടി ഒരു പാപവും ചെയ്യാത്ത അരുമനാഥനെ ഇതാ ക്രൂശിലേക്ക് നടത്തിവിടുകയാണ്. എന്തിനു വേണ്ടിയാ? എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട്. പഴയ നിയമത്തിൽ യാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്താ യാഗത്തിന്റെ പ്രത്യേകത? ഒരു കുഞ്ഞാടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന്റെ തലയിൽ കൈവച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുകൊണ്ട് അതിനെ യാഗമാക്കി യാഗപീഠത്തിൽ വെക്കും. എന്നാൽ അരുമനാഥൻ കടന്നുപോയത് എന്റെയും നിന്റെയും പാപങ്ങൾ ആ തലയിൽ വെച്ചുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് നടന്നു കയറുമ്പോൾ ഒരു അനുസരണമോടെ വെളിപ്പെട്ടു, പിതാവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിലൂടെ നിറവേറണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു അനുസരണത്തിന്റെ കാഴ്ച. ദൈവരൂപത്തിലിരുന്ന ആൾ, ആ പിതാവിനോട് ഒരുമിച്ചായിരുന്ന ദൈവം, ദൈവപുത്രൻ ഇതാ ദൈവഹിതത്തിനു വേണ്ടി തന്നെത്താൻ ഒഴിച്ച് ആ ക്രൂശിലേക്ക് നടന്നു നീങ്ങുകയാണ്. തന്റെ പ്രാർത്ഥന വളരെ ഹൃദയസ്ഥമാണ്. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കാര്യം എന്താ? ഒരു നിമിഷത്തേക്ക് പിതാവ് മുഖം തിരിച്ചു കളഞ്ഞു. പിതാവ് തന്നെ കൈവിട്ട അനുഭവങ്ങൾ ലോകത്തിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ മുഴുവൻ സകലരും മനുഷ്യൻ കൈവിട്ടു. സ്വർഗത്തിലെ പിതാവും മുഖം തിരിച്ചു കളഞ്ഞു. അത്രത്തോളം ക്രൂശിലെ മരണത്തോളം ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു ഡെത്തിന് വേണ്ടി താൻ അനുസരണത്തോടെ വിധേയപ്പെട്ടു. അതാണ് ക്രിസ്തയേശുവിന്റെ അനുസരണത്തിന്റെ ഭാവം എന്ന് പറയുന്നത്. പകൽ പ്രാക്ടിക്കൽ ലൈഫിൽ നാം കടന്നു വരുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ വേദന അനുഭവിക്കുന്നുണ്ടോ? നിന്നയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഭവനത്തിൽ ഒറ്റപ്പെടലുകളുണ്ടോ? ചിലപ്പോഴൊക്കെ മാറ്റി നിർത്തിയ അനുഭവങ്ങളുണ്ടോ? ഇന്ന് പകൽ എന്റെ യേശുവിനെ നോക്കി ക്രൂശിലേക്ക് നോക്കണം. ആ പിതാവ് പോലും മുഖം മറച്ചു കളഞ്ഞ ഒരു വല്ലാത്ത വേദനയുടെ ആഴങ്ങളിലേക്ക് താൻ നടന്നീങ്ങിയ അനുഭവങ്ങൾ. ആ അനുസരണത്തിന്റെ ആഴം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്നാൽ അവിടെ തീരുകയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചേർന്നുണ്ടെങ്കിലും സമയം പോയതുകൊണ്ട് പെട്ടെന്ന് പോകട്ടെ. അതിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. 9. അതുകൊണ്ട് മതി. അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എന്താ? അതുകൊണ്ട് താൻ ഏറ്റവും ആഴത്തിൽ താഴ്മ ധരിച്ചതുകൊണ്ട്, ദൈവഹിതത്തിന് വേണ്ടി അനുസരണത്തോടെ സമർപ്പിച്ചതുകൊണ്ട്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവമക്കളെ, ഇന്ന് ലഭിക്കുന്ന പല ഉയർച്ചകളും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം താഴ്ത്തപ്പെട്ട അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാ. കർത്താവിനെ അനുസരിച്ചത് കൊണ്ടാ ചില ഉയർച്ചകളൊക്കെ ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്നെങ്കിൽ ദൈവം നമ്മെ ഉയർത്തിയില്ലേ? കൂടുതൽ താഴുവാൻ, കൂടുതൽ തിരുമുമ്പാകെ കടന്നു ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ നാം ഒരുങ്ങുന്നെങ്കിൽ ഏറ്റവും ഉയർത്തുന്ന ഒരു സ്വർഗത്തിലെ തമ്പുരാനുണ്ട്. എന്താ ഈ ഉയർപ്പിന്റെ ദിവസത്തിൽ കർത്താവിന്റെ ഉയർപ്പിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. എങ്ങനെ ഉയർത്തി? ഈ ക്രൂശിൽ ഒരു ഷെയിമായി മാറിയ യേശു, ക്രൂശിൽ പലരുടെയും മുന്നിൽ ഒരു കൂത്തുകാഴ്ചയായി മാറിയ യെശയ്യാ പ്രവചനത്തിൽ പ്രകാരം എങ്ങനെ എഴുതിയിരിക്കുന്നു? അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. പലരും അങ്ങനെ വിചാരിച്ചെന്താ? ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ അതുകൊണ്ട് ഒരു 3-ാം ദിവസം വന്നപ്പോ കർത്താവിന്റെ ജീവിതത്തിലെ ഉയർപ്പ് 3 തരത്തിൽ ഇങ്ങോട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാന്ന് പറഞ്ഞ് ദിവസത്തിൽ വാക്കുകൾ ഇവർ അവസാനിപ്പിക്കാം. 1, തന്നെ ഉയർത്തിയത് എങ്ങനെയാ? നമുക്കറിയാം, മരണത്തിന് കീഴടക്കാൻ കഴിയാത്ത രീതിയിൽ 3-ാം ദിവസം എൻ്റെ അരുമനാഥൻ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാവിലെ നാം കേട്ടതും അതാ. ഉയർപ്പിന് ശേഷം ചിലർക്കൊക്കെ പ്രത്യക്ഷനായ അനുഭവമാണ്. എൻ്റെ യേശു ഉയർത്തപ്പെട്ടത് എങ്ങനെയാ? എത്രത്തോളം പീഡനത്തിലൂടെ താൻ താഴ്ത്തപ്പെട്ടുവോ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴ്ത്തപ്പെട്ടുവോ. എന്നാൽ 3-ാം ദിവസം റോമാ ഗവൺമെന്റ് ഇമ്പീരിയ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് എൻ്റെ അരുമനാഥൻ ഉയർത്തെഴുന്നേറ്റു. ഈ ലോകം പലപ്പോഴും കല്ലറയ്ക്കൽ കല്ല് വെച്ച് അവൻ പുറത്തു വരില്ലെന്ന് പറഞ്ഞ്
നിന്നിടത്ത് മൂന്നാം ദിവസം എന്റെ യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആമേൻ പകൽ ദൈവമക്കളെ വിളിച്ചു പറയട്ടെ, ആമേൻ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല, അവനെ വെച്ച സ്ഥലം ഇതാ. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ ഉയർപ്പിന്റെ ആമേൻ ദിവസത്തിന് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കർത്താവിന് വേണ്ടി താഴാൻ നീ തയ്യാറാണോ? ആമേൻ പലപ്പോഴും ആ മുദ്ര വെച്ച് പുറത്തു വരില്ലെന്ന് വിധി എഴുതിയ ആളുകൾ നിന്റെ ചുറ്റുപാടുമുണ്ടാകാം. എന്നാൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, നീ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ദൈവകൃപയിലാണ് നീ തന്നെത്താൻ താഴ്ത്തിയതെങ്കിൽ, അനുസരിച്ചതെങ്കിൽ, ആമേ പലരും ആമേ കണ്ടു നിൽക്കേ നിന്റെ കല്ലറ അത് തുറക്കപ്പെടോ, നീ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുവാനിടയായിത്തീരോ. ഓ റമനഹന്തന അറിബൽ പ്രൗഢമനന്തനതികത. അവൻ എത്രത്തോളം താഴ്ത്തപ്പെട്ടുവോ, അവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അസ്തമിച്ചു എന്ന് പറഞ്ഞ കല്ല് വെച്ച ആ ഗവൺമെന്റിന്റെ മുന്നിൽ എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. രണ്ടാമതായി തന്റെ ഉയർപ്പിന്റെ രണ്ടാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 1:9 കാണുന്നു. ഭൂമിയിൽ നിന്ന് താൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. വായിക്കാമോ? 1:9, അപ്പോസ്തല പ്രവൃത്തി 1:9. ആ ആ ആ മേഘം അവരെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവൻ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവിടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ. ഒന്ന്, തൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, തൻ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു? കരയേറിപ്പോയി. മൂന്നാമത് പെട്ടെന്ന് പറയാം, റിസറക്ഷൻ, അസെൻഷൻ. മൂന്നാമതായി എൻത്രോൺമെന്റ്. ഒന്നുകൂടെ വായിച്ചോ, 2-ാം അധ്യായം 33-ാം വാക്യം. Acts chapter 2 verse 33, 33. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. മതി. താൻ പിതാവിന്റെ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. ദൈവരൂപത്തിൽ നിന്നും താണ ഭൂമിയിലേക്ക് അടിമയായി കടന്നു വന്നെങ്കിൽ ദൈവഹിതം അനുസരിച്ച പുത്രൻ പിന്നെയും എവിടേക്ക് പോകുകയാണ്? പിതാവിന്റെ വലത്തുഭാഗത്തേക്ക്. താൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട്, ദൈവഹിതം തികച്ചുകൊണ്ട് താൻ മുകളിലേക്ക്, ആ സിംഹാസനത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുകയാണ്. നാലാമത്, അതോട് തീർന്നില്ല. ആ അധികാരം പ്രാപിച്ച യേശു സഭയ്ക്ക് വേണ്ടി തന്ന ഒരു അധികാരമുണ്ട്. നമുക്ക് വായിക്കാം, അതോടെ വായിച്ചു നിർത്താം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. എഫേഷ്യൻ ചാപ്റ്റർ 1 വേഴ്സ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ അവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. എല്ലാവരും ഭാഗം എടുത്ത് വായിക്കണം. 1-20-21. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. മതി. അവിടെ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ ഉണ്ട്. 20-ാം വാക്യം, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അവൻ പല കല്ലറുകളും അടഞ്ഞു കിടക്കുമ്പോ ഇവിടെ ഇതാ ഒരു ആത്മാവ് യേശുവിനെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവ് കല്ലറിൽ നിന്നും ഉയർപ്പിച്ചു. നമ്പർ 2 വായിച്ചോ. സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയത് എന്തിനാ? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോലോകരുടെയും സർവ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. ഈ ലോകത്തിൽ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്, ചില കർത്തൃത്വങ്ങളൊക്കെ ഉണ്ട്. അതിനും മുകളിൽ ഒരു നാളിൽ പലരും മുഖം കുലുക്കി പറഞ്ഞു, അവൻ തീർന്നു. പലരും പരിഹാസത്തോടെ പറഞ്ഞു, അവൻ തീർന്നു, ഇനി അവൻ ഇല്ല. എന്നാൽ ഇതാ അവനുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല കർത്തൃത്വത്തിനും സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും മുകളിൽ അവൻ സിംഹാസനസ്ഥനായി അവൻ അധികാരത്തോടെ ഇന്നും അവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എന്റെ യേശു അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്റെ അവസാന ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് സർവത്തിനും മീതെ തലയാക്കി. ഇതാ സഭയ്ക്കുള്ള ദൂത്. എന്താ? സർവത്തിനും മീതെ തലയാക്കി. അടുത്ത വാക്ക്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന
ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ സർവ്വ അധികാരങ്ങളും എൻ്റെ യേശുവിൽ ഉണ്ടെങ്കിൽ, എൻ്റെ യേശു ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ആ അധികാരങ്ങൾ സഭയ്ക്ക് തന്നിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവമക്കളെ, സഭയ്ക്ക് തന്നു എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കും തന്നുവെന്ന അവൻ നമ്മുടെ മേൽ പകരപ്പെട്ടത് ആ സർവ്വത്തിന്റെ മേലും അധികാരമാണ്. ഇന്ന് പകൽ ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയാമോ, എന്റെ മേലുള്ള അധികാരത്തിനായി സ്തോത്രം. അവൻ ചില വാഴ്ചകളെ കണ്ട് പേടിക്കരുത്, ചില അധികാരങ്ങളെ കണ്ട് പേടിക്കരുത്, അവൻ ഈ ലോകത്തിലെ ചില ആഭിചാരം കണ്ട് പേടിക്കരുത്. അവൻ സകലത്തിന്റെ മേൽ അധികാരമുള്ള നസ്രേനായ യേശു അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അവൻ സകല കർത്തൃത്വങ്ങൾക്ക്, അവൻ സകല വാഴ്ചകൾക്ക്, അവൻ സകല അധികാരങ്ങൾക്ക് അവൻ മുകളിൽ കർത്തൃത്വം നടത്തുന്നതാണ്. ചില വെല്ലുവിളികൾക്ക് മുന്നിൽ നീ മുട്ടുമടക്കരുത്. ഇന്നുവകൾ ധൈര്യത്തോടെ നിന്നോണം. നിന്റെ മേൽ വെളിപ്പെടുന്നത് സകല നാമത്തിനും പുതർലോകരുടെയോ ഭൂലോകരുടെയോ അധോലോകരുടെയോ സർവ്വ മുഴങ്കാലും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിലാണ് നീ ജീവിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ പറയണോ, ഒരു കർത്തൃത്വത്തിന്, ഒരു വാഴ്ചയ്ക്ക് എന്റെ മേൽ അധികാരമില്ല. ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അമ്മ വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾ, അമ്മ തകർത്ത് കളയുമെന്ന് വാദിക്കുന്ന അനുഭവങ്ങൾക്ക് മധ്യേ ധൈര്യത്തോടെ പറയണം, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റോ, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റോ, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റോ. പല നൂറ്റാണ്ടുകളിലൂടെ അമ്മ ക്രിസ്തീയ മതത്തെ തകർക്കാൻ പലരും നോക്കി, അമ്മ വചനത്തെ നാമാവിശേഷമാക്കാൻ പലരും നോക്കി. എന്നാൽ ആർക്കും തടുത്തു കളയാൻ കഴിയാത്ത രീതിയിൽ ഈ നാമം വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നേയുള്ളൂ. എന്റെ അരുമനാഥൻ അനുസരിച്ചവനാണ്. എന്റെ അരുമനാഥൻ പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നും അവൻ ജീവനോടെ ഇന്നും അവൻ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ഉറപ്പ്. ദൈവമക്കളെ, അതുകൊണ്ടാ ഈ അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. തലയാരാ? അമ്മ സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് ചില വാഴ്ചകളെയും ചില അധികാരങ്ങളെയും ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നാം എന്ത് ചെയ്യരുത്? പേടിച്ചു പോകരുത്. നമ്മുടെ മേൽ വെളിപ്പെടുന്നത് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച ആരിമനാഥനായ യേശുവിന്റെ ശക്തിയാണ്. ധൈര്യത്തോടെ പറയണോ, എന്നെ തകർക്കാൻ, എന്നെ മുടിക്കാൻ ഈ ലോകത്തിലെ വാക്കുകൾക്കോ ശക്തികൾക്കോ കഴിയുകയില്ല. എന്റെ ആരിമനാഥൻ അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിന്റെ ശക്തിയാൽ ഞാൻ ജീവിച്ചെഴുന്നേൽക്കോ. ആ ഉയർപ്പിന്റെ ശക്തിയാൽ ഞാൻ ജീവിച്ചെഴുന്നേൽക്കോ. പലപ്പോഴും യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാറില്ല. വി അക്സെപ്റ്റ് ലോർഡ് ആസ് അവർ പേഴ്സണൽ സേവിയർ. എന്താ? എൻ്റെ കർത്തൃത്വം ആർക്ക് കൊടുക്കുക? കർത്താവിന് കൊടുക്കുക. പലപ്പോഴും വാക്കുകൊണ്ട് ഉരുവിട്ട് നാം പറഞ്ഞു നിർത്തുന്നവരാണ്. ഹൂ ആർ യു ലോർഡ് എന്ന് പൗലോസ് ശൗൽ ഒരിക്കൽ ചോദിച്ചു. എന്താ കാര്യം എന്നറിയോ? തനിക്കറിയാം തൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് ആരാ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്തവരാണോ? ഈ ലോകത്തിലെ ഒരു കർത്തൃത്വത്തിനും നിന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്താൻ സ്ഥാനം കൊടുക്കരുത്. നിരാശകൾക്ക് നിന്റെ മേൽ കർത്തൃത്വം കൊടുക്കാൻ സ്ഥാനം കൊടുക്കരുത്. ചില ബലഹീന വാക്കുകൾക്ക് സ്ഥാനം കൊടുക്കരുത്. ഭയം നിന്റെ മേൽ കർത്തൃത്വം നടത്തരുത്. അതിൻ്റെയൊക്കെ മുകളിൽ വാഴുന്ന യേശു നിന്റെ മേൽ കർത്തൃത്വം നടത്തട്ടെ. ധൈര്യത്തോടെ പറയണം, എന്റെ ജീവിതത്തെ കർത്തൃത്വം നടത്താൻ മൈ ലോർഡ്ഷിപ്പ് എന്റെ കർത്താവിലാണെങ്കിൽ എന്റെ മേൽ ഒരു കർത്തൃത്വങ്ങൾക്ക് ഈ ലോകന്റെ മേൽ സ്ഥാനമില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയണം. വചനം ഞാനിവിടെ പറഞ്ഞു നിർത്തുന്നു. എത്രത്തോളം താൻ താഴ്ത്തുവോ അത്രത്തോളം ഏറ്റവും ദൈവം എന്ത് ചെയ്തു? ഉയർത്തി. ഇന്ന് പകലും വിളിച്ചു പറയട്ടെ, താഴ്മയുടെ അനുസരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് പകൽ നാം ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നമ്മെ ഉയർത്തുന്ന ഒരു സ്വർഗത്തിലെ തമ്പുരാനുണ്ട്. ആർക്കും തടുത്തു വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം നമ്മളെ ഉയർത്തും. ക്രിസ്തുവിന് വേണ്ടി ചില സമയങ്ങളിൽ താഴാൻ തയ്യാറാണോ? ചില നിന്ദകൾ ഏൽക്കാൻ നാം തയ്യാറാണോ? ചിലതൊക്കെ അനുസരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ തയ്യാറാണോ? ചോദ്യം ചെയ്യാതെ ചിലതൊക്കെ അനുസരിക്കാൻ തയ്യാറാണോ? അവൻ മുന്നോട്ട് നോക്കിയാൽ ഒന്നും തനിക്ക് കാണാനില്ല. എന്നാൽ അരുമനാഥന് ക്രൂശിൽ കിടന്നുകൊണ്ട് എന്നെയും നിന്നെയും കാണാമായിരുന്നു. ആ ക്രൂശിൽ ഓരോ അടിയേൽക്കുമ്പോഴും ആ അടിയുടെ വേദിയിൽ ഇപ്രകാരം പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. കാര്യം എന്തെന്താ? താൻ ഓരോ അടിയേൽക്കുമ്പോഴും എന്നെയും നിന്നെയും എന്റെ യേശു
കാൽവറി ക്രൂശിൽ കണ്ടു. അതുകൊണ്ട് ആ അടിയേൽക്കുമ്പോൾ താൻ വേദന ഉണ്ടെങ്കിലും അതിനെ സഹിച്ച് അതിനു വേണ്ടി സമർപ്പിക്കാനിടയായി തീർന്നത്. എല്ലാ കണ്ണുകളും നിമിഷം ദിവസം നമുക്ക് അടയ്ക്കാം. ചില ശാഠ്യങ്ങൾ, ചില ദുരാഭിമാനങ്ങൾ, ചില തന്നെത്താൻ ഉയർത്തലുകൾ പലപ്പോഴും ഒന്നിച്ചു പോകാൻ കഴിയാതെ ഫിലിപ്പിയ സഭയ്ക്കകത്ത് കടന്നു വന്നപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ എന്തേക്ക് നോക്കണം? ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കണം. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട അരുമനാഥനെ ഒന്ന് നോക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെത്താൻ പുകഴാൻ അഹങ്കാരമുണ്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ ചില അഹങ്കാരങ്ങൾ താഴട്ടെ, ചില കൊമ്പുകൾ ഒടിയട്ടെ. ആമെ സകല മഹത്വവും വിട്ട് ദൂതന്മാർ പോലും ആമെ നോക്കാൻ കഴിയാത്ത വലിയ മഹത്വത്തിന്റെ പ്രഭയായ ആമെ തത്വത്തിന്റെ മുദ്രയായ ആമെ സകല മഹത്വവും വിട്ട് അരുമനാഥൻ കാൽവറി ക്രൂശിൽ ഒരു നിന്ദിതനെ പോലെ, ലജ്ജിതനെ പോലെ ആമെ തകർന്ന ക്രൂശിൽ കിടക്കുന്ന ഒരു കാഴ്ച. ആമെ ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൂതഗണം കടന്നു വന്ന് ആമെ സകലരെയും നാമാവിശേഷമാക്കുന്ന സകല അധികാരങ്ങളും ഉണ്ടായിരുന്നുണ്ട്. യേശു എനിക്കും നിനക്കും വേണ്ടി സകലതും ഒഴിച്ച് ആമെ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി മരണം വഹിച്ചെങ്കിൽ ഇന്ന് പകൽ ആ താഴ്മ ഒന്ന് ധരിക്കാൻ, ആ അനുസരണം ഒന്ന് വഹിക്കാൻ, ദൈവഹിതത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ. ആമെ ചില തീരുമാനങ്ങൾ എടുപ്പോൾ വേദന ഉണ്ടായേക്കാം, ക്രൂശിൽ അനുഭവങ്ങൾ ഉണ്ടായേക്കാം, ഒറ്റപ്പെടലുകൾ ഉണ്ടായേക്കാം. ഭാരപ്പെടണ്ട. അതുകൊണ്ട് ദൈവം അവൻ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് ദൈവം അവൻ ഏറ്റവും ഉയർത്തി. കഴിഞ്ഞ നാളുകളിൽ നിന്ദിക്കപ്പെട്ട അനുഭവങ്ങളുണ്ടോ? തള്ളലപ്പെടലിന് അനുഭവങ്ങളുണ്ടോ? മാനസിക വേദനയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ അനുഭവങ്ങളുണ്ടോ? എന്റെ ദൈവം മുഖം തിരിച്ചു കളഞ്ഞു എന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിനകത്തുണ്ടോ? ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട്. നിന്നെ ഏറ്റവും ഉയർത്തുന്നൊരു ദിവസമുണ്ട്. നിന്നെ ഏറ്റവും ഉയർത്തുന്നൊരു ദിവസമുണ്ട്. ഉയർപ്പിന്റെ ദൂത് അതാ നിനക്ക് തരുന്നത്. അമീൻ. തകർന്നു പോകുകയില്ല. നിന്നെ ഉയർത്തുന്ന ഒരു ദൂത് ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ഇന്ന് അവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. എന്റെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നെങ്കിൽ ഇതാ ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ള ഉറപ്പതാ. എന്റെ യേശു സകല അധികാരവുമായി അവൻ ഇരിക്കുമ്പോൾ തന്നെ എന്റെ മേലും അധികാരമുണ്ട്. ചില കർത്തൃത്വങ്ങളോട് നാം പറയണം, എന്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ ലോകത്തിലെ ചില വാക്കുകളെ കൊണ്ട് തളർത്താനിടയായി തീരരുത്. ചില വാഴ്ചകൾക്ക് നമ്മളെ പേടിപ്പിക്കാൻ കഴിഞ്ഞേക്കാൻ, തോൽപ്പിക്കാൻ കഴിയുകയില്ല. ധൈര്യത്തോടെ പറയണം, ആമേ, ഈ എൻ്റെ മേൽ വാഴുന്നത് സർവശക്തനായ ദൈവമാണ്. സർവത്തിൻ്റെയും അധികാരിയാണ് എൻ്റെ ഭവനത്തിൽ വാഴുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വാഴുന്നത്. മറ്റൊന്നിനും എൻ്റെ മേൽ സ്ഥാനമില്ല. പിതാവേ, ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, താഴ്മയാൽ, അനുസരണത്താൽ ദൈവകൃപയിൽ ഞങ്ങളെ തന്നെ ഒരു നിമിഷം കൂടെ വചനത്തിലൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ആക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.